പ്രിയപ്പെട്ടവരെ, എക്സാംസ് എന്നുള്ളത് കരിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഇന്നിതാ ഈ ഒരു വീടിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ VR വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ക്ലയൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഇതിൽ കൂടെ എങ്ങനെയാണ് ഇവരുടെ വീട് പണി കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വെക്കാൻ വേണ്ടി പോകട്ടോ. ഇതൊന്നിങ്ങനെ വെക്കുക, എന്നിട്ടൊന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് അതിൽ കൂടെ നമുക്ക് കാണാം. ഇപ്പോൾ ലിവിങ് റൂമിലായിട്ടുള്ള വെച്ചെങ്കിൽ നമുക്ക് ബെഡ്റൂമിൽ എൻ്റർ ചെയ്യണമെങ്കിൽ അവിടെ ആ ഒരു ഐക്കൺ കാണാം, ബെഡ്റൂം എന്നുള്ള ഐക്കൺ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യാം. ശരിക്കും പറഞ്ഞാലേ വീട് പണി കഴിഞ്ഞിട്ട് ഇന്റീരിയർ കഴിഞ്ഞ് നമ്മളെ വീട്ടില് നിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടിയത്. അതെ, ശരിക്കും വീട് പണിയുമ്പോഴേ നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ശരിക്കും ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റീരിയർ അവിടെ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ട് ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട്. ശരിക്കും ഞങ്ങൾ എന്താ പറയണ അറിയോ, പ്ലാനിങ് ആവുമ്പോൾ തന്നെ അതിന്റെ ഇപ്പോൾ നമുക്ക് സ്ട്രക്ചർ തറയായിട്ടുള്ളൂ, തറപ്പണിയായിട്ടുള്ളൂ. ഇനിയിപ്പോൾ സ്ട്രക്ചർ ഇതിന് മുകളിലേക്ക് പടവ് വരുമല്ലോ, അതിന് മുമ്പ് തന്നെ ഇന്റീരിയറിന്റെ ഇതുപോലുള്ള ഒരു ഡിസൈൻ ആക്കി വെക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുണം ചെയ്യുന്നുണ്ടാവും. കിച്ചണും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര നല്ല രസമായിട്ട് എങ്ങനെയാ വേണ്ടത് എന്താ. അതെ, പ്രത്യേകിച്ച് ഈ ഒരു വീടിന്റെ ഒരു പ്രത്യേകത പറഞ്ഞപ്പോ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ സിറ്റിംഗ് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പൊ അതൊക്കെ ഇന്റീരിയറിൽ കാണിക്കുമ്പോ തന്നെ ഒന്നുകൂടി ഗുണമാണ്. ഇപ്പൊ ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇത് വെച്ചിട്ട് കണ്ട്. ഇനിയിപ്പോ ഞങ്ങള് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പൊ മൂപ്പർക്ക് കാണുന്ന ഇത് എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ല, ഞങ്ങളുടെ അടുത്ത് ഒരു പീസ് ഉള്ളൂ. അതിന് ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലിപ്പോൾ ഞങ്ങളൊരു ലിങ്ക് അയച്ചു തരും. ഇപ്പൊ ഈ പറഞ്ഞ കമന്റ്സ് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തൊരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ VR കണ്ട അതേ കാര്യങ്ങൾ നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ TV ആക്കിയിട്ടോ ലാപ്ടോപ്പിലോ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നമ്മൾ കാണുന്നത് ഒന്നും കൂടി വലിയൊരു സ്ക്രീന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ശരിക്കും ഇരുന്ന് കാണാം. ഗ്രൂപ്പിലെ ആർക്കിടെക്ട് നമ്മളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞാൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ട് സെയിം ടൈമിൽ അയച്ചു തരും. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ളത്. അതെ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വളരെ ഭംഗിയാക്കിയിട്ട് തന്നെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു കോൺഫിഡന്റ് ആയില്ലോ ഒന്നും കൂടി വീട് പണി എങ്ങനെ. എനിക്ക് മെയിനായിട്ട് കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഈ കളർ ഭംഗി ഉണ്ടാവും, ആ കളർ ഭംഗി ഉണ്ടാവും. അതെ. അതിപ്പോ ചെയ്ത് വന്നപ്പോ നമുക്ക് 2-3 ഓപ്ഷൻസ് ഇതിങ്ങനെ കണ്ട് വന്നപ്പോ നമുക്ക് മനസ്സിലായി. ഇതിപ്പോ നമുക്ക് ടൈൽസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കളറിലുള്ള ടൈൽസ് സെലക്ട് ചെയ്യാനും പിന്നെ ഒരുപാട് ടൈൽ ഷോപ്പിൽ കുറെ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആകണ്ടായില്ല, കൺഫ്യൂഷൻ ആവണ്ടായില്ല. എനിക്ക് തോന്നിയത് നമ്മളിപ്പോ ഇവിടെ ഇനിയിപ്പോ പോവാണല്ലോ, ഇവിടെ പണികൾ നടക്കുമ്പോ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ അവിടെ അങ്ങനെ വേണം ഇവിടെ ഇങ്ങനെ വേണം. ഇത് ഈ VR ഇത് ശരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാല് എല്ലാം ചെയ്തോളും. അപ്പൊ വർക്കേഴ്സിന് എന്താ അറിയോ, ഇതിപ്പോ ഇലക്ട്രിക്കലിന്റെ പോയിന്റ്സ് ഇടുക, അങ്ങനത്തെ പ്ലംബിങ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കും ഇതുണ്ടെങ്കിൽ നല്ലതാ. അപ്പൊ നമ്മൾ കുറെ ലൈറ്റ്സ് അവിടെ ഇവിടെ കണ്ടല്ലോ, അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ എവിടെ വേണം എന്നുള്ളത് വർക്കേഴ്സിനും ഈ ഒരു ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കറക്റ്റ് ഇലക്ട്രീഷ്യനൊക്കെ വളരെ എളുപ്പത്തിൽ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതില്ലാതെ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഡ്രോയിങ് ഇതൊന്നും ഇല്ലാതെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഈ പിന്നീട് എടുക്കുമ്പോൾ ഇവിടെ പോയിന്റ് വേണം പറഞ്ഞാൽ പിന്നെയും പൊളിക്കേണ്ടി വരും. അപ്പൊ എക്സാംസിന്റെ ടീമിനെ എങ്ങനെയാണ് മറ്റുള്ളവരടുത്ത് വേറൊരു വീട് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അത് ഗുണാവുന്നത്? എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞങ്ങള് ഇതിനു വേണ്ടി ഈ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറെ സെർച്ച് ചെയ്തിട്ടാണ് നിങ്ങളുടെ കണ്ട് ഞാൻ മെസ്സേജ് ചെയ്തത്. അപ്പൊ നിങ്ങള് ഫസ്റ്റ് തന്നെ വന്ന് നമുക്ക് ഫസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം, എന്നിട്ട് പിന്നെ അതില് പ്രോപ്പറായിട്ട് ആരിനൊക്കെ വേണ്ടിച്ചെങ്കിൽ ആഡ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു, ഫാമിലിന്. എന്നിട്ട് അങ്ങനെ അപ്പൊ ഞാനും ഹസ്ബൻഡും ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളുടെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങൾ ചോദിച്ചറിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ് വീട് വെക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഓരോ കാര്യങ്ങളും ഇത് ഇങ്ങനെ ചെയ്താൽ നന്നാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ സജഷൻസ്. ഒരുപാട് പല എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് ഒരു സജഷൻ ചോദിച്ചാൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ വേറെ ടൈപ്പ് ഒരു ലിവിംഗ് ആണ് വരുന്നത്, സിറ്റിംഗ് അതുപോലെയാണ് വരുന്നത്. അപ്പൊ അത് അധികം നമുക്ക് അറിയില്ല. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മൾ ലീക്ക് പ്രൂഫും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ കുറെ പറഞ്ഞു തന്നു. അപ്പോഴാണ് നമുക്ക് ഒരു ഐഡിയ കിട്ടിയതിനെ പറ്റി. അതെ. പിന്നെ എന്ന് വെച്ചാൽ എന്തൊരു കാര്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റ് ടൈമിൽ റെസ്പോണ്ട്. ഒരുപാട് ആളുകൾ ഗൾഫിലുള്ളവരുണ്ടാവും, നാട്ടിലാരും ഉണ്ടാവില്ല. പക്ഷെ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും അവരിങ്ങനെ ഒരു ടീമിനെ ആലോചിക്കാവും എങ്ങനെ കിട്ടുന്നുള്ളത്. അങ്ങനത്തെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും എനിക്ക് കറക്റ്റ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം എനിക്ക് നിങ്ങളുടെ വർക്ക് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും പറയും ഹസ്ബൻഡ് തിരിച്ചു പോയി, അപ്പൊ പറയാം അത് അവരെ ഏൽപ്പിച്ച കാരണം ഒരു സമാധാനം ഉണ്ടെന്ന് പറയും. നിങ്ങളെന്തായാലും 100% സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുടെ ആ വർക്കാണെങ്കിലും. പിന്നെ നിങ്ങളുടെ കുറേ സജഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് വീട് പണിയുന്നവരാണ്, കുറേ കാര്യങ്ങൾ നമുക്ക് അറിയില്ല.
നമ്മള് ആ ഒരു കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാം, നമുക്ക് ആരോട് ചോദിക്കണം, കുറെ ആ, യൂട്യൂബ് സെർച്ച് ചെയ്യും, അതെന്തായിരുന്നു. പക്ഷെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങൾ എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പൊ ഇന്റീരിയർ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിലുള്ള ആ ഇന്റീരിയർ അതെ എങ്ങനെ അതെ അതെ ഭംഗിയാക്കാൻ പറ്റും. ഇപ്പൊ കൺസ്ട്രക്ഷൻ A to Z ചെയ്യാന്നുണ്ടെങ്കിലും അപ്പോഴും അതിന്റെ ഒരു എക്സ്റ്റീരിയർ ഇന്റീരിയർ ആ കൂടിയിട്ട് എങ്ങനെ ഭംഗിയാക്കാൻ പറ്റും. അതെ. ആ ഒരു രീതിക്കൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ജയിലിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ ഈ കാര്യങ്ങളും ഈ ഡിസൈനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. തീർച്ചയായും ഈ തീർച്ചയായും വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാണ്, അതിന്റെ കാര്യങ്ങളിൽ പ്ലാനിങ്ങിലാണെന്നുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ നല്ല കറക്റ്റ് ആയിട്ട് ചെയ്തു തരാൻ എസ ഹോംസിനെ എന്തായാലും അപ്രോച്ച് ചെയ്തു. അവർ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. തീർച്ചയായും എന്തായാലും താങ്ക് യു സോ താങ്ക് യു. മച്ച്.